അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഖുർആൻ ക്വിസിന്റെ 6-ാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോ. ഒന്നാമത്തെ ചോദ്യം, സൂറത്തു ബദർ എന്നറിയപ്പെടുന്ന സൂറത്ത്. ഉത്തരം സൂറത്തുൽ അൻഫാൽ. രണ്ടാമത്തെ ചോദ്യം, വാഹനത്തിൽ കയറുമ്പോൾ നാം പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന ഏത് സൂറത്തിലെ ഏത് ആയത്താണ്? ഉത്തരം സൂറത്തു സുഹ്റുഫ് 13. മൂന്നാമത്തെ ചോദ്യം, ജിബ്രീൽ എന്ന പദം ഖുർആനിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? ഉത്തരം 3 പ്രാവശ്യം. നാലാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിടവാങ്ങൽ പ്രസംഗത്തിൽ പാരായണം ചെയ്ത് കേൾപ്പിച്ച അധ്യായം? ഉത്തരം സൂറത്തുൽ മാഇദ. അഞ്ചാമത്തെ ചോദ്യം, ഷഹ്റു സ്വലാത്ത് എന്നറിയപ്പെടുന്ന മാസം? ഉത്തരം ഷഅബാൻ. ആറാമത്തെ ചോദ്യം, സത്യവിശ്വാസിനികൾക്ക് മാതൃകയായി പറഞ്ഞ 2 വനിതകളെ പറഞ്ഞ സൂറത്ത്? ഉത്തരം സൂറത്തു തഹ്രീം. ഏഴാമത്തെ ചോദ്യം, സൂറ അൽ-ബഖറ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയത്തുകൾ ഉള്ളത് ഏത് സൂറത്തിൽ? എത്ര ആയത്ത്? ഉത്തരം സൂറത്തു ശുഅറാ 227 ആയത്ത്. എട്ടാമത്തെ ചോദ്യം, ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യ കൽപ്പന? ഉത്തരം വായിക്കുക. ഒൻപതാമത്തെ ചോദ്യം, ലോകാവസാനം വരെ ഖുർആൻ നിലനിൽക്കാൻ സംരക്ഷണം ഏറ്റെടുത്തത് ആര്? ഉത്തരം അല്ലാഹു. പത്താമത്തെ ചോദ്യം, നരകത്തിൽ വളരുന്ന മരം? ഉത്തരം സഖൂം. 11ാമത്തെ ചോദ്യം, സൂറത്തു തൗദിയ അതായത് യാത്രയയപ്പിന്റെ അധ്യായം എന്നറിയപ്പെടുന്ന സൂറത്ത് ഏത്? ഉത്തരം സൂറത്തുൻ നസ്ർ. 12ാമത്തെ ചോദ്യം, ഖുർആൻ എന്ന പദം കൂടുതൽ ഉപയോഗിച്ച സൂറത്ത്? ഉത്തരം സൂറത്തുൽ ഇസ്രാ. 13ാമത്തെ ചോദ്യം, ഗുഹാവാസികളുടെ കൂടെ ഉണ്ടായിരുന്ന മൃഗം? ഉത്തരം നായ. 14ാമത്തെ ചോദ്യം, സൂറത്തുൽ മുർസലാത്തിൽ വൈലു യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ എന്നുള്ളത് എത്ര തവണ ആവർത്തിക്കുന്നുണ്ട്? ഉത്തരം 10 തവണ. 15ാമത്തെ ചോദ്യം, സൂറത്തുൽ ഖിതാൽ എന്ന് പേരുള്ള സൂറത്ത് ഏത്? ഉത്തരം സൂറ മുഹമ്മദ്. 16ാമത്തെ ചോദ്യം, തൂണുകളുടെ ഉടമകൾ എന്ന് ഏത് ഗോത്രത്തെയാണ് ഖുർആൻ വിശേഷിപ്പിച്ചത്? ഉത്തരം ആദ് ഗോത്രത്തെ. 17ാമത്തെ ചോദ്യം, മദീനയിൽ പ്രവാചക കൽപ്പന പ്രകാരം നശിപ്പിക്കപ്പെട്ട പള്ളി? ഉത്തരം മസ്ജിദുൽ ഇറാർ. 18ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അഹമ്മദ് എന്ന നാമം പരാമർശിച്ചത് ഏത് സൂറത്തിൽ? ഉത്തരം സൂറത്തു സ്വഫ്. 19ാമത്തെ ചോദ്യം, സൂറത്തുൽ ജമാൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഖുർആനിലെ അധ്യായം ഏത്? ഉത്തരം സൂറത്തുൽ ഇഖ്ലാസ്. 20ാമത്തെ ചോദ്യം, ഒരു ജീവിക്ക് നാം വഹിയ് നൽകിയിട്ടുണ്ടെന്ന് ഖുർആനിൽ പരാമർശമുണ്ട്. ഏതാണ് ആ ജീവി? ഉത്തരം തേനീച്ച. 21ാമത്തെ ചോദ്യം, സക്കാത്തിന്റെ അവകാശികളെ പരാമർശിച്ച വചനം ഏത്? ഉത്തരം സൂറത്തു തൗബ 60. 22ാമത്തെ ചോദ്യം, ചെറിയ സൂറത്തു നിസാ എന്നറിയപ്പെടുന്ന സൂറത്ത് ഏത്? ഉത്തരം സൂറത്തു ത്വലാഖ്. 23ാമത്തെ ചോദ്യം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാമം? ഉത്തരം റഹ്മാൻ. 24ാമത്തെ ചോദ്യം, വിശുദ്ധ ഖുർആനിൽ ഒരു ഗോത്രത്തിന്റെ പേരിൽ ഒരു സൂറത്തുണ്ട്. ഈ ഗോത്രത്തിൽ ഉള്ള പ്രവാചകന്റെ പേര്? ഉത്തരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 25ാമത്തെ ചോദ്യം,
ഖുർആനിൽ പറഞ്ഞ മക്കയുടെ മറ്റൊരു പേര്. ഉത്തരം ബക്ക. 26-ാമത്തെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മഗ്രിബ് നിസ്കാരത്തിൽ പൂർണ്ണമായി പാരായണം ചെയ്ത ഏറ്റവും വലിയ സൂറത്ത് ഏത്? ഉത്തരം സൂറത്തുൽ അഅ്റാഫ്. 27-ാമത്തെ ചോദ്യം. ഇബ്രാഹിം, മൂസ എന്നീ പേരുകൊണ്ട് അവസാനിക്കുന്ന സൂറത്ത്. ഉത്തരം സൂറത്തുൽ അഅ്ല. 28-ാമത്തെ ചോദ്യം. ഒരു സൂറത്തിലെ ഒരു ആയത്തിൽ 2 പള്ളികളുടെ പേര് പറയുന്നുണ്ട്. ഏതാണ് ആ സൂറത്ത്? ഉത്തരം സൂറത്തുൽ ഇസ്രാ. 29-ാമത്തെ ചോദ്യം. അൽ ഫറാഇൽ എന്നറിയപ്പെടുന്ന സൂറത്ത് ഏത്? ഉത്തരം സൂറത്തുൻ നിസാ. 30-ാമത്തെ ചോദ്യം. എല്ലാ തിന്മകളുടെയും മൂലകാരണം എന്ന് ഖുർആൻ പറയുന്ന കാര്യം എന്ത്? ഉത്തരം മദ്യപാനം. 31-ാമത്തെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിച്ചപ്പോൾ പ്രവാചകൻ കരയുകയും പാരായണം അവസാനിപ്പിക്കാൻ കൽപ്പിക്കുകയും ചെയ്ത വചനം ഏത്? ഉത്തരം സൂറത്തുൻ നിസാ 41. 32-ാമത്തെ ചോദ്യം. ഖുർആനിൽ 3 ആയത്തുകൾ മാത്രമുള്ള എത്ര സൂറത്തുകൾ ഉണ്ട്? ഉത്തരം 3. 33-ാമത്തെ ചോദ്യം. സൂറത്ത് തൂർ പാരായണം ചെയ്യുന്നത് കേട്ട് ഇസ്ലാം സ്വീകരിച്ച സ്വഹാബിയുടെ പേര്? ഉത്തരം ജുബൈർ ബിനു മുത്ഇം. 34-ാമത്തെ ചോദ്യം. എനിക്ക് അദൃശ്യകാര്യം അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ ധാരാളം ഗുണം നേടിയെടുക്കുമായിരുന്നു, തിന്മ എന്നെ ബാധിക്കില്ലായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുന്ന ആയത്ത്? ഉത്തരം സൂറത്തുൽ അഅ്റാഫ് 188. 35-ാമത്തെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ശത്രുക്കൾ സുജൂദ് ചെയ്തത് ഏത് സൂറത്ത് കേട്ടപ്പോൾ? ഉത്തരം സൂറത്തുൻ നജ്ം. 36-ാമത്തെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടുന്ന ഹൗലുൽ കൗസറിന്റെ ആകൃതി എന്ത്? ഉത്തരം സമചതുരം. 37-ാമത്തെ ചോദ്യം. സ്വഭാവപരമായ സാമൂഹ്യ മര്യാദകൾ പഠിപ്പിക്കുന്ന ഒരു സൂറത്ത്? ഉത്തരം സൂറത്തുൽ ഹുജറാത്ത്. 38-ാമത്തെ ചോദ്യം. ഇസ്ലാമിലെ നിർബന്ധ കർമ്മങ്ങളിലൊന്നിന്റെ പേര് നൽകപ്പെട്ട ഒരു സൂറത്ത് ഏത്? ഉത്തരം സൂറത്തുൽ ഹജ്ജ്. 39-ാമത്തെ ചോദ്യം. ഖുർആൻ പഠനത്തിന് വേണ്ടി മദീന പള്ളിയിൽ താമസിച്ച് പഠിച്ചവർ അറിയപ്പെട്ട പേര്? ഉത്തരം അസ്ഹാബുസ് സുഫ. 40-ാമത്തെ ചോദ്യം. ഏതൊരാൾക്കും ചോദിക്കാനും രക്ഷ തേടാനും ഇവയെ പോലെ മറ്റൊന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? ഉത്തരം സൂറത്തുൽ ഫലക്, സൂറത്തുൻ നാസ്.